ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കറി എന്താണെന്ന് വെച്ചാൽ ഇന്ന് പരിപ്പ് ഉരുണ്ടായി കുഴമ്പ് വെച്ചു. പരിപ്പ് ഉരുണ്ടായി കുഴമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ കറിയാട്ടോ. എന്താ പറയുക, പണ്ട് കാലത്ത് നിന്നൊക്കെ പറഞ്ഞാൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ വെളുത്തുള്ളിയോ ഉള്ളിയോ അങ്ങനെയൊന്നും ചേർക്കില്ല. കായം അതിന് പകരം കൂടുതൽ ചേർക്കും, കാരണം ഇതിൽ പരിപ്പാണ്. അപ്പോൾ വയറിന് വല്ല ഗ്യാസ് പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടി കായം കൂടുതൽ ചേർക്കും. പക്ഷെ ഞാൻ ഇതിൽ വെളുത്തുള്ളിയും സവാളയും ഒക്കെ ചേർത്ത് ഒരു മസാലയൊക്കെ ഉണ്ടാക്കി അതിൽ ഈ പരിപ്പ് വേവിച്ച് ആവിയിൽ വേവിക്കണം കേട്ടോ. പരിപ്പ് അരച്ചിട്ട് ആവിയിൽ വേവിച്ച് പിന്നെ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കി അതിൽ തിളപ്പിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന പരിപ്പുരുണ്ട കുഴമ്പാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ഇവിടെ ഞാൻ എടുത്തേക്കണത് 1/2 കപ്പ് കടലപ്പരിപ്പും 1/2 കപ്പ് തുമരപ്പരിപ്പാണ്. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് 1 മണിക്കൂറോളം വെള്ളമൊഴിച്ച് കുതിർത്തി വയ്ക്കാം. ഇനി ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. നാളികേരം, ഒരു 1/4 സ്പൂണോളം പെരുംജീരകവും പിന്നെ 1/4 സ്പൂണോളം നല്ല ജീരകവും കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറായി കഴിഞ്ഞു. ഇത് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് പരിപ്പ് മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുകയാണ്. ഇനി പരിപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 3 വറ്റൽമുളകും കുറച്ചും കൂടി പെരുംജീരകം കേട്ടോ, ഒരു 1/4 സ്പൂണോളം പെരുംജീരകവും കൂടി ചേർത്തിട്ട് തരിപ്പായിട്ട് അരച്ചെടുക്കാം. പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ കുറച്ച് ഉപ്പും സവാളയും പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് ചെറിയ ഉണ്ട ഉരുട്ടണം കേട്ടോ. നമ്മുടെ എന്താ പറയുക, നെല്ലിക്ക പോലെ ഉരുട്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ആവിയിൽ വേവിക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിരുന്നു കേട്ടോ, എന്നിട്ട് വേണം വെക്കാൻ, കാരണം ഒട്ടി പിടിക്കരുതല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതവിടെ വേകണ സമയം കൊണ്ട് ഇവിടെ ഞാൻ പാനിൽ വീണ്ടും നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക്, ഉലുവ, വറ്റൽമുളക് പിന്നെ കുറച്ച് കായൊക്കെ വറുത്തു. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. കൂട്ടത്തിൽ ഒരു സവാളയും കൂടി ചേർത്തു. സവാള നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം അതിൻ്റെ പച്ച മണമൊക്കെ മാറുമ്പോൾ അറിയാലോ. പിന്നെ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് തിളയ്ക്കണം, ആ പുളിയുടെ പച്ച മണമൊക്കെ മാറാനുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നാളികേരം അരച്ച് വെച്ചിരുന്നില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഏകദേശം ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, കാരണം മിക്സിയുടെ ജാറിലെ തേങ്ങ അരച്ച് ചേർത്ത വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു. പിന്നെ പരിപ്പ് അരച്ചില്ലേ, ആ വെള്ളമാണിത്, അതും കൂടി ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കാരണം ഇനി കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളം ഇത്ര ഒഴിച്ചത്, ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ പരിപ്പുണ്ടയില്ലേ അത് ചേർക്കുമ്പോൾ അത് ഒന്നും കൂടി കുറുകി വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ പരിപ്പിൻ്റെ ഉണ്ട ചൂടാറിയിട്ട് കേട്ടോ, നന്നായിട്ട് ചൂടാറിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇരിക്കുന്നതോറും ഒന്ന് കുറുകി വരും, ആ ഉണ്ടയിലേക്ക് ആ വെള്ളം ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ ഒന്ന് കുറച്ച് കട്ടിയൊക്കെ കൂടി വരും ആ കറിക്ക് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വെള്ളമായിട്ടായിരിക്കും ഇരിക്കണേ, പക്ഷേ സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് കുറുകി വരും. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഒന്ന് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കൂടെ ഞാൻ പരിപ്പ് ഉരുണ്ട കുഴമ്പ് വെച്ചത് കണ്ടുല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും കാണാമേ.